ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന വ്യക്തികളാണ് നമ്മേവരും. ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പലരും മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, ഞാനിപ്പോൾ പാവമൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊരു ചിന്ത നമ്മൾ കടന്നു വരാം. പ്രിയ സഹോദരങ്ങളെ, തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നത് നീതിമാനായി ആരുമില്ല, എല്ലാവരും പാപം ചെയ്യുന്നു. വിശുദ്ധർ പോലും ഒരു ദിവസം 7 പാപം ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശുദ്ധരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കാണുക. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുകയാണ്, നീതിമാനായി ആരുമില്ല. സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 8 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു. നമ്മളിൽ പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. നമ്മളിൽ പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മളിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവെങ്കിൽ, അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. തുടർന്ന് പറയുക, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവനെ വ്യാജം പറയുന്നവനാക്കും. നമ്മളിൽ ദൈവവചനം നിലനിൽക്കുന്നുമില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തയിൽ, ഭാവനയിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ പാപം ചെയ്യുന്നുണ്ടോ? തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുക, നീ പാപം ഏറ്റുപറയുന്നുവെങ്കിൽ വിശ്വസ്തനും നീതിമാനുമായവൻ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും അവിടുന്ന് നിന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് ഓർക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അവിടെ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നവനാണ്. വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. പുരോഹിതൻ തന്നെ പാത്രത്തിൽ ജലമെടുത്ത് തൻ്റെ 2 വിരൽ മുക്കി അതിൽ കൈ കഴുകുമ്പോൾ നമ്മളെ പാപമാണ് അവിടെ കഴുകിക്കളയുന്നതായിട്ട് സൂചന. വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി വിശുദ്ധ കുർബാന നാം അർപ്പിച്ചാൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എല്ലാ കാര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരാധനയെ വിശുദ്ധ കുർബാന എന്ന് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുക. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് അവനെപ്പോലെ ആയിത്തീരുവാൻ ഒരു ത്വര നമ്മളിൽ ഉടലെടുക്കട്ടെ. അത് അനുദിനം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.
ക്രിസ്മസിൻ്റെ ഓർമ്മകൾ നമ്മളിൽ ഉണരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.